ഹലോ മക്കളെ, എല്ലാവർക്കും റായത്തന്നല്ലേ? അപ്പം നിങ്ങൾക്ക് ഇന്ന് അടിപൊളിയായിട്ടുള്ളൊരു സ്പെഷ്യൽ മന്തിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഹോട്ടലിൽ നിന്നും പോയിട്ട് കഴിക്കുന്ന ടേസ്റ്റ് ഒന്നും അല്ല മക്കളെ. ഇനി പൊരൻ്റെ ഉള്ളും മണമായിട്ട് നിറഞ്ഞിന് അങ്ങനത്തെ ഒരു മന്തി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനും വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 8 വറ്റൽ മുളകും 2 ടേബിൾ സ്പൂണ് കൊത്തമ്പാരി ഇല്ലേ മല്ലി, അതും ഒരു 2 ബേ ലീഫ്, ഉണക്ക് നാരങ്ങ 1, അതായത് ഡ്രൈ ലെമണ്, 6 കഷ്ണം പട്ട, 1 ടീസ്പൂൺ ഗ്രാമ്പു, 1 ടീസ്പൂൺ ഏലക്ക, ചെറിയ ജീരകം 1/2 ടേബിൾ സ്പൂൺ, പെരുംജീരകം 1/2 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ കുരുമുളക്. അപ്പോൾ ഇത്രയും നല്ലപോലെ വറുത്തിട്ട് ഒന്ന് പൊടിച്ചിട്ട് എടുക്കണം. അപ്പോൾ ഇതാണ് മന്തി മസാല. അപ്പോൾ അതിനൊരു 3 ടേബിൾ സ്പൂൺ മന്തി മസാലയും 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി, 4 ടേബിൾ സ്പൂൺ തൈര്. ഇത് ഇത്രയും ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് കോഴി എടുത്തിരുന്നത് 1.25 കിലോൻ്റെ ഒരു കോഴിയാണ് എടുത്തിരുന്നത്. ഒരു 10 പീസാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ടാണ് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുത്തത്. കോഴി നേരത്തെ തന്നെ കൈയിട്ട് വൃത്തിയാക്കിയിട്ട് വെള്ളമെല്ലാം വാർന്ന് പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിന്. ഇനി ആ കോഴിയിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് പെരക്കിയിട്ട് എടുക്കണം. ഇനി മന്തി മസാല നിങ്ങൾക്ക് പൊടിക്കാൻ ബനിയാന്നെങ്കിൽ പാക്കറ്റ് മന്തി മസാല തന്നെ കിട്ടും. അപ്പോൾ അത് മേങ്ങിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇനി മസാലയെല്ലാം തേച്ച് വെച്ച കോഴി ഒരു 5 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഫ്രിഡ്ജിലാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഫ്രിഡ്ജിൽ നല്ല എടുത്തിട്ട് എന്നാൽ ഇപ്പോൾ അപ്പക്കാലത്തിൽ കുറച്ച് വെള്ളം തിളക്കാൻ വെച്ചല്ല, ഞാനതിൽ ഒഴിച്ച് വെച്ചിട്ടേ ഉള്ളൂ. അതിൻ്റെ മുകളിലേക്ക് ഇതേപോലത്തെ സ്റ്റാൻഡാ അല്ലെങ്കിൽ അപ്പക്കാലത്തിൻ്റെ തട്ട ഏതെങ്കിലും ഒന്ന് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിനെ കോഴിനെല്ലാം ഇതിൻ്റെ മുകളിൽ നിരത്തി കൊടുക്കണം. എന്നിട്ട് മീഡിയം തീയിൽ ഒരു 10 മിനിറ്റ് വേവിച്ചിട്ടെടുക്കണം. പിന്നെ ബാക്കിയുള്ള മസാല ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ആ മസാല വേവിച്ച കോഴിൻ്റെ മീത്തേക്ക് നല്ല പാങ്ങിൽ തേച്ചിട്ട് കൊടുക്കണം. ഇനി മസാല തേഞ്ഞിട്ടെങ്കിൽ രണ്ടാമത് കുറച്ച് മസാല ഉണ്ടാക്കിയാലും മതി. ഇതിങ്ങനെ എല്ലാം തേച്ച് കൊടുക്കണം. നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ തേച്ച് കൊടുത്തെങ്കിൽ. ഞാൻ ഈ സ്റ്റീമറിൽ, അതായത് അപ്പക്കലത്തിൽ 1.5 ലിറ്റർ വെള്ളം വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ നമുക്ക് ആ വെള്ളം എന്തായി കോഴിൻ്റെ എല്ലാ സത്തും ഇറങ്ങിയിട്ട് അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ള വെള്ളം കിട്ടും. ആ വെള്ളം വെച്ചിട്ടാണ് നമ്മൾ റൈസ് ഉണ്ടാക്കുന്നത്, അതായത് ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ആവി കയറ്റിയിട്ട് എടുക്കുന്നത്. ഇനി മസാല എല്ലാം തേച്ച കോഴിയില്ലേ, അത് ഫ്രൈ പാനിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കും, ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കും. ഇത് ബന്ധ കോഴി ആയതുകൊണ്ട് കുറേ സമയമൊന്നും എടുക്കുകയില്ല. ഒരു 3-4 മിനിറ്റ് ഒന്ന് മറിച്ചും തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഈ ഒരു പരുവാണ്. അപ്പോൾ ഇത് മന്തിയിൽ കഴിക്കുമ്പോൾ ആ കോഴിക്കും ഭയങ്കര ടേസ്റ്റ്, കോഴിൻ്റെ സത്തിറങ്ങിയ വെള്ളത്തിൽ ചോറ് വെക്കുമ്പോൾ ആ ചോറിനും ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കണം. കോഴിയെല്ലാം ഞാൻ ഇപ്പോൾ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം. ഞാൻ 1 മണിക്കൂർ മുന്നേ തന്നെ സെല്ല റൈസ് 1 കിലോ എടുത്തിട്ട് കൈയിട്ട് വെള്ളത്തിൽ പോരാൻ വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതെല്ലാം ഊറ്റിയിട്ട് എടുത്തിട്ട് വെക്കണം. കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് പട്ട, ബേ ലീഫ്, ഡ്രൈ ലെമണ്, പിന്നെ ഗ്രാമ്പു, ഏലക്ക, 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള പെപ്പർ, ഒരു 4-5 പച്ചമുളക് എല്ലാം ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്ത്, പിന്നെ 1 ക്യാരറ്റ്, 1 ക്യാപ്സിക്കം. ക്യാരറ്റിൽ ഞാൻ കുറച്ച് വലുതായിട്ട് തന്നെ മുറിച്ചിട്ട് എടുത്തിനെ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതും ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി എടുക്കണം. പിന്നെ ഉള്ളി ഒരെണ്ണം വലുതാക്കിയിട്ട് എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിരുന്നത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് 3 ടേബിൾ സ്പൂണ് ഞാനിതിലേക്ക് ഇട്ടിട്ട് ചെറിയ തീയാക്കിയിട്ട് നല്ലപോലെ മൂപ്പിച്ചിട്ടെടുത്ത്. പിന്നെ വേണ്ടത് 2 മീഡിയം സൈസിലുള്ള തക്കാളി മിക്സിയിൽ അരച്ചിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത്. അപ്പോൾ എല്ലാം ആകുമ്പോൾ ഭയങ്കര മണം തന്നെ പൊരൻ്റെ ഉള്ളിൽ നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിലുണ്ട്. ഇനി കോഴി വേവിച്ച വെള്ളം ഉണ്ടല്ലോ നമ്മൾ സ്റ്റീമറിൽ വെച്ചിട്ട്, ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എക്സ്ട്രാ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ സാധാരണ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ കൂടെ 4 ടേബിൾ സ്പൂൺ മന്തീൻ്റെ മസാല, നമ്മൾ പൊടിച്ച മസാല ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും 1 ചെറുപുളി പിഴിഞ്ഞിട്ട് അതിൻ്റെ നീര് ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ പിന്നെ കുരുവൊന്നും ആയിപ്പോണ്ട, കഴിച്ചിട്ട് നമുക്ക് കയ്യല. പിന്നെ തോടുണ്ടല്ലോ, അത് നമ്മൾ ഇതേ മസാലയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നല്ലൊരു ഫ്ലേവറെല്ലാം കിട്ടും. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ചിക്കൻ്റെ മാഗി ക്യൂബ് അതൊരു പാക്കറ്റ് 2 എണ്ണം കിട്ടുന്നത്, ആ 2 എണ്ണം ഇതിലേക്ക് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലേവറും പിന്നെ മന്തീൻ്റെ മസാല, നമ്മൾ പൊടിച്ച മന്തീൻ്റെ മസാലയും അതേപോലെ തന്നെ കോഴി വേവിച്ച വെള്ളമെല്ലാം ആയിട്ട് ഈ ചോറ് വേവിച്ചെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നോക്കിയെങ്കിൽ മക്കളെ പിന്നെ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കും. വെള്ളമെല്ലാം നല്ലോണം തളിച്ച് വന്നിട്ടാകുമ്പോൾ അരി കൈയിട്ട് വാരാൻ വെച്ചിട്ടുണ്ടായിന്. വെള്ളമെല്ലാം വാർന്നിട്ടാകുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി നല്ല പാങ്ങൽ ഇളക്കി കൊടുക്കണം. എന്നിട്ട്
തിളക്കുന്ന സമയത്ത് മൂടിയിട്ട് കൊടുക്കണം. നല്ലപോലെ തിളച്ച പിന്നെയാണ് മൂടിയിട്ട് കൊടുക്കേണ്ടത്. ഇനി മീഡിയം തീയിൽ 8 മുതൽ 9 മിനിറ്റ് വരെ ഇത് വേവിച്ചിട്ടെടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ 1-2 പ്രാവശ്യം നിങ്ങൾക്ക് ഇളക്കിയിട്ടെല്ലാം കൊടുക്കുക. ഇതാ മക്കളെ, റൈസ് വേകാൻ വെച്ചിട്ട് 9 മിനിറ്റ് ആയി. ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കിയാൽ മാത്രം പോരാ, നല്ല ലെവലാക്കിയിട്ട് എടുക്കണം. പിന്നെ ഈ മസാലയും ക്യാരറ്റും പച്ചമുളകും എല്ലാം അടിയിലെല്ലാം ഉണ്ടാവും. അതെല്ലാം മീത്തൊക്കെ ആക്കി കൊടുത്ത് എന്നിട്ടായിട്ട് എന്താക്കണം എന്ന് പറഞ്ഞെങ്കിൽ ഈ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കോഴിയില്ലേ, ഈ കോഴിയെല്ലാം ഇതിൻ്റെ മീത്തേക്ക് നിരത്തിയിട്ട് വെക്കണം. ഞാൻ ചിരട്ടി കത്തിച്ചിട്ട് കനലാക്കി വെച്ചിട്ടുണ്ട്. അതൊരു കിണ്ണത്തിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞമ്മതാ നല്ല ഫ്രൈ ആക്കിയിട്ട് വെച്ച കോഴിയാണ് ഇതിൻ്റെ മീത്തേക്ക് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കോഴിക്ക് ഭയങ്കര ടേസ്റ്റ് തന്നെ. ഇനി ഹോട്ടലിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ കനലും ഞാൻ കത്തിച്ച് വെച്ച് കൊടുത്ത് ഇനി കുറച്ച് എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിക്കുമ്പോൾ പുക മേലോട്ടേക്ക് നല്ലോണം വരും. പക്ഷെ ആ പുക ഒന്നും പുറത്ത് പോകാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ എന്താക്കണം, പൊത്തിയിട്ട് അപ്പം തന്നെ വെക്കണം. നല്ലൊരു വെയിറ്റ് വെച്ചിട്ട് കൊടുക്കണം. അപ്പോൾ പുകയൊന്നും പോവില്ല, ഉള്ളിൽ തന്നെ ഉണ്ടാവും. ഇപ്പോൾ ഹോട്ടലിൽ കഴിക്കുന്ന അതേ ടേസ്റ്റുള്ള മന്തി, അതും മസാല മന്തിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇത് എൻ്റെ സ്വന്തം റെസിപ്പിയാണ്. ഇത് ഏടെ യൂട്യൂബിൽ പെരുത്തിയാലും നിങ്ങൾക്ക് കിട്ടില്ല. മന്തിക്ക് ദമ്മിടുമ്പോൾ അടിയിൽ പഴയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ നല്ല പോലെ ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ മന്തീൻ്റെ പാത്രം വെച്ചിട്ട് ദമ്മിടണം. മന്തിയും ചൂടുണ്ടാവണം, അടിയിൽ വെച്ച പാനും ചൂടുണ്ടാവണം. അങ്ങനെ 10 മിനിറ്റ് ദമ്മ് ചെയ്തിട്ട് എടുക്കണം. എനിക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ വരുന്നൊരു മന്തി റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരാൾ എന്നോട് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ഉണ്ടാക്കി തരണമെന്ന് പറയുമ്പോൾ ഞാൻ ഈ ഒരു മന്തി ഉണ്ടാക്കി കൊടുത്താൽ അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ആര് മന്തി ചോദിച്ചെങ്കിൽ ഞാൻ അധികം ഉണ്ടാക്കി കൊടുക്കില്ല ഇങ്ങനെ. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അത് ഭയങ്കര ഫേമസ് ആയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ ഉണ്ടാക്കിയിട്ട് കഴിച്ചെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ മയോണൈസ് എല്ലാം കൂട്ടിയിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് തന്നെ. അപ്പോൾ പെരുന്നാക്കോ അല്ലെങ്കിൽ നോമ്പിനോ നിങ്ങൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഉണ്ടാക്കിയിട്ട് എനിക്ക് അഭിപ്രായം അറിയിക്കണം. ജസാക്കല്ലാഹ് ഖൈർ.